ഈ മാസ്റ്ററിൽ ഒപ്പിട്ട ആളുകളുടെ പേര് കൂടി കൃത്യമായി തന്നെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ആരൊക്കെയാണ് അവരെന്ന് അവരുടെ ചുമതല വരെ രേഖപ്പെടുത്തിയാണ് ഈ മാസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാസുദേവൻ നമ്പൂതിരി അന്നത്തെ മേൽശാന്തിയുണ്ട്, രാജീവ് കണ്ഠരര അന്നത്തെ തന്ത്രിയുണ്ട്, എസ് ജയകുമാർ വാച്ചറുണ്ട്, PJ രാജേഷ് ഗാർഡുണ്ട്, സുലിൻ കുമാർ ശബരിമലയിലെ അന്നത്തെ AE ഉണ്ട്, മുരാരി ബാബു ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദേവസ്വം കമ്മീഷണറുടെ കൃത്യമായ ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ എടുത്ത് പറയുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രേഷ്മയിലേക്ക് വീണ്ടും ഒന്ന് വളരെ വേഗത്തിൽ പോകണം. രേഷ്മയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രേഷ്മ, ഇതിൽ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി തിരിച്ച് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിധി പകർപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയും അന്വേഷണം നടക്കട്ടെ, അല്ലെങ്കിൽ വരട്ടെ, അപ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാൻ ബന്ധപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് അന്നത്തെ ഭരണസമിതിയിൽ വാസു, പത്മകുമാർ അടക്കമുള്ളവർക്ക് മാറി നിൽക്കാൻ സാധിക്കുമോ? ഇല്ല ശ്യാം, കാരണം എന്ന് വെച്ചാൽ ഈ 2019 നവംബർ മാസത്തിലാണ് വാസ്തു ചുമതല ഏറ്റെടുക്കുന്നത്. അതിന് മുൻപ് ഉണ്ടായിരുന്നത് പത്മകുമാറാണ്. ആ ഒരു സമയത്ത് എല്ലാ ഭരണസമിതി അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്വവും ബാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും തങ്ങളുടെ കാലഘട്ടത്തിലല്ല, അല്ലെങ്കിൽ തങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്നൊന്നും പറഞ്ഞ് ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്ക് ഒഴിഞ്ഞു മാറാനൊന്നും സാധിക്കില്ല. കാരണം ഹൈക്കോടതിയുടെ ഉത്തരവിൽ ദേവസ്വം വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ സൂചിപ്പിക്കുന്നത് കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത് അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ദേവസ്വം കമ്മീഷണറുടെയും കത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു സ്പോൺസർക്ക് ഇത്രയധികം ഈ സ്വർണ്ണപ്പാളികൾ, പ്രത്യേകിച്ച് പരിപാവനമായിട്ടുള്ള സന്നിധാനത്തെ സ്വർണ്ണപ്പാളികൾ കൈമാറുന്ന സമയത്ത് ആ സ്പോൺസറുടെ പശ്ചാത്തലം, അത് മാത്രമല്ല ഇത്ര കണ്ട് ഈ സ്പോൺസർക്ക് തന്നെ വാതിൽപ്പാളിയും അതോടൊപ്പം തന്നെ മറ്റ് ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളും കൈമാറണമെന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ശഠിക്കുന്ന സമയത്ത് അതിന്റെ പിന്നിലെ യഥാർത്ഥ വസ്തുത തിരക്കാനായിട്ടുള്ള ബാധ്യത, ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്. പക്ഷെ ഇതൊന്നും നോക്കാതെ ദേവസ്വം ബോർഡ് ഈ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. ഈ പറയുന്ന സ്വർണ്ണപ്പാളികളും അതോടൊപ്പം തന്നെ വാതിൽപ്പാളികളും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, മഹസറിൽ ഇവയൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പ് പാളികൾ എന്ന് തന്നെയാണ്. കാരണം 98 കാലഘട്ടത്തിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞാണ് കൊടുക്കുന്നത്. സ്വർണം പൊതിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഈ സ്വർണം പൊതിയുന്നതും സ്വർണം പൂശുന്നതും തമ്മിൽ വളരെ വലിയ അന്തരമുണ്ട്. അതായത് സ്വർണം പൊതിയുന്ന സമയത്ത് ആ ചെമ്പിൽ പാളികളാക്കി, ലെയറുകളാക്കി, ചെറിയ തിൻ ലെയറുകളാക്കി സ്വർണം അധികം ചേർത്ത് തന്നെയാണ് ഈ പറയുന്ന സ്വർണം പൊതിഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ സ്വർണം പൂശുന്ന സമയത്ത് അതിൽ എത്രത്തോളമാണോ നമ്മുടെ പക്കൽ സ്വർണ്ണമുള്ളത് ആ സ്വർണം അങ്ങ് പൂശിയാൽ മതിയാകും. അത് ഏറ്റവും കുറഞ്ഞ അളവിൽ, കുറഞ്ഞ തൂക്കത്തിൽ സ്വർണം പൂശിയെടുക്കാൻ സാധിക്കുമെന്നാണ് അതിവിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ സംസാരിച്ച പലരും പറയുന്നത്. കോടതിയും അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു കൊടുത്ത പാളികളൊക്കെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൽ ചെന്നൈയിൽ എത്തിച്ചതിന് ശേഷം അതിലെ സ്വർണം അനധികൃതമായിട്ട് വേർതിരിച്ചെടുക്കുകയും പിന്നീട് ചെറിയ ലെയറിൽ ചെറിയ രീതിയിൽ സ്വർണം പൂശി കൊടുക്കുകയുമായിരുന്നു. ബാക്കി വന്ന സ്വർണം അത് കൈവശപ്പെടുത്തുകയും ചെയ്തു. ഇത് ഗോവർദ്ധൻ എന്ന് പറയുന്നതും കൽപേഷ് എന്ന് പറയുന്ന രണ്ട് പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഗോവർദ്ധൻ എന്ന് പറയുന്നത് ഈ വാതിൽപ്പാളി, ശ്രീകോവിലിന്റെ പ്രധാന വാതിൽപ്പാളികൾ സ്വർണം പൂശി നൽകാനായിട്ട് അദ്ദേഹം ഏകദേശം 200 ഗ്രാം സ്വർണം നൽകി എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നത്. ഈ ഗോവർദ്ധൻ നൽകിയതിനു ശേഷം 185 ഗ്രാമോളം പിന്നീട് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ സ്പോൺസർ ആയിട്ടുള്ള യഥാർത്ഥ വ്യക്തികൾ മറിഞ്ഞിരുന്നു കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായിട്ട് ദേവസ്വം ഉദ്യോഗസ്ഥരുമായിട്ട് ആശയവിനിമയം നടത്തി ഈ തിരിമറി നടത്തുകയായിരുന്നു എന്നുള്ള കാര്യത്തിലുള്ള ഒരു സംശയം കൂടി മുന്നോട്ട് വരുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന ആ കാലഘട്ടത്തിലെ സ്പോൺസർമാർ, ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ശ്യാം നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള AE ആയിട്ടുള്ള ആളുകൾ, അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു, ബാക്കിയുള്ള മഹസറിൽ ഒപ്പിട്ട ആളുകൾ, തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയാണ് ഒപ്പിട്ടിരിക്കുന്നത്. അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം സ്വാഭാവികമായിട്ട് നീങ്ങും. കാരണം മഹസറിൽ ഒപ്പിടുന്നത് സ്വാഭാവിക നടപടിയാണെങ്കിൽ കൂടി ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ടായിരിക്കണം ഈ കൊണ്ടുവന്നതൊക്കെ തന്നെ സാക്ഷ്യപ്പെടുത്തേണ്ട ഉരുപ്പടികൾ അല്ലെങ്കിൽ വസ്തുക്കളാണ് എന്നുള്ള കാര്യത്തിൽ. എന്തായാലും മഹസർ രേഖയിൽ ഒപ്പുവെച്ച എല്ലാവരെയും പ്രത്യേക അന്വേഷണ
സംഘത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരും. അതുകൂടാതെ തന്നെ ഈ വാതിൽപ്പാളി, കട്ടിളപ്പാളി ഇതൊക്കെ തന്നെ ചെമ്പെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ കൂടുതൽ ആളുകളിലേക്ക് കൂടി അന്വേഷണം നീട്ടേണ്ടി വരും. ഗോവർദ്ധൻ അതോടൊപ്പം തന്നെ ഈ കൽപേഷ് ഉൾപ്പെടെയുള്ള പേരുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഈ കൽപേഷിന്റെ പക്കലാണ് 474 ഗ്രാമോളം ശബരിമലയിലെ സ്വർണ്ണപ്പാളി അതിൽ നിന്ന് വേർതിരിച്ചെടുത്ത യഥാർത്ഥ സ്വർണ്ണമുള്ളത്. അത് വിജയ് മല്യ പൊതിഞ്ഞു നൽകിയ സ്വർണത്തിൽ നിന്നുള്ള ഉരുപ്പടിയാണ്. അത് ഖരരൂപത്തിലാക്കിയാണ് കൽപേഷിന് കൈമാറിയിട്ടുള്ളത്. അത് സ്മാർട്ട് ക്രിയേഷൻസ് ആണ് ആ സ്വർണം കൈമാറിയത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോകും. എന്തായാലും സൂചിപ്പിച്ചതൊക്കെ തന്നെ ദേവസ്വം ബോർഡിന് ഈ പ്രതി ആ ഒരു കുറ്റത്തിൽ നിർദ്ധാരണത്തിൽ അവിശ്വാസത്തിൽ നിന്ന് കൈകഴുകാൻ മാറി നിൽക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാദ്യപ്പാളി അടക്കം തീർച്ചയായും രേഷ്മ, സമഗ്രമായ റിപ്പോർട്ടിംഗ് ആണ് രേഷ്മ ഇപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയിൽ എത്തിയപ്പോൾ 989 ഗ്രാം സ്വർണമുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞ് കയ്യിലുണ്ടാവുന്നത് വെറും 300 ഗ്രാമിനപ്പുറത്തേക്ക് മാത്രം. 474 ഗ്രാമാണ് ഇതിൽ കൃത്യമായി തന്നെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. കൽപേഷിന് കൊടുത്തിരിക്കുകയാണ്. കൽപേഷും ഗോവർദ്ധനും ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. ഇനി ആരൊക്കെ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്നത്. ഇതെന്നൊക്കെ തടിയൂരാനുള്ള ശ്രമം പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതും ടീം ജനം കൃത്യമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൊളിച്ചിരിക്കുകയാണ്.